ഹായ് ഹലോ A3R വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ സുഖമായിരിക്കുന്നു കേട്ടോ. ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിനെ ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ ചെമ്പരത്തി അഥവാ ഹിബസ്കസ് ആണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ മുറ്റത്തും തൊടിയിലും ഒക്കെ കാണുന്ന 5 ഇതളുള്ള ചുവന്ന ചെമ്പരത്തി ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ചെമ്പരത്തി പൂവ്, ജ്യൂസ്, ചെമ്പരത്തി ചായ എന്നിവ ഇപ്പോൾ കൂടുതലായും എല്ലാവരും ഉപയോഗിച്ചു വരുന്നു. വിറ്റാമിൻ സി, ഫ്ലവനോയിഡുകൾ എന്നിവയിൽ സമ്പുഷ്ടമായ ചെമ്പരത്തി രക്തസമ്മർദ്ദം, പ്രമേഹം, കരൾ രോഗങ്ങൾ, ആർത്തവ പ്രശ്നങ്ങൾ, വിഷാദ രോഗങ്ങൾ, ദഹന പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് പ്രതിവിധിയാണ്. കുറച്ച് ചെമ്പരത്തിപ്പൂവ് പൊട്ടിച്ച് ഇതളുകൾ വൃത്തിയായി കഴുകിയെടുത്ത് ഒരു പിടി ചെമ്പരത്തിക്ക് 1 ഗ്ലാസ് വെള്ളമെടുത്ത് നന്നായി തിളപ്പിച്ച് കുറുക്കി വറ്റിച്ച് അരിച്ചു വെച്ച് 1/2 സ്പൂൺ ഇഞ്ചിനീരും അതിലേക്ക് പകുതി നാരങ്ങ നീരും ചേർത്ത് നന്നായി ഇളക്കി ജ്യൂസായി കുടിക്കാൻ സാധിക്കും. ചെമ്പരത്തി ചായ പതിവായി കുടിച്ചാൽ ശരീരത്തിന് അത്ഭുത ഗുണങ്ങൾ കാണാം. ചെമ്പരത്തിപ്പൂവ് 10 മിനിറ്റ് മുഖത്ത് തേച്ച് പിടിപ്പിച്ചാൽ മുഖം നല്ല ഗ്ലോ കിട്ടും. ചെമ്പരത്തി ഇലയും പൂവും ചേർത്ത് താളി ഉണ്ടാക്കി നമ്മൾ തലയിൽ തേക്കുന്നു. ചെമ്പരത്തിപ്പൊടി കൊണ്ട് ഫേസ് പാക്ക് ഉണ്ടാക്കാം. ചെമ്പരത്തി ഇല ഉണക്കി പൊടിച്ച് താളിപ്പൊടിയായും ഉപയോഗിക്കാം. ചെമ്പരത്തി ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ചെമ്പരത്തിപ്പൂവ് ഉണക്കി പൊടിച്ചത് 1 സ്പൂൺ, അതിലേക്ക് 1 സ്പൂൺ മുൾട്ടാണി മിട്ടി ചേർക്കുക. 1 സ്പൂൺ തേൻ ചേർത്ത് ആവശ്യത്തിന് റോസ് വാട്ടർ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഈ പാക്ക് മുഖത്തും കഴുത്തിലും തേച്ച് 10 മിനിറ്റിന് ശേഷം കഴുകി കളയാം. മുഖ സൗന്ദര്യം വർദ്ധിക്കും. ചെമ്പരത്തിയില തോരൻ നല്ല സ്വാദും ഗുണങ്ങളും ഉള്ളതാണ്. മറ്റു പച്ചക്കറികളുടെ കൂടെയും ഇത് ചേർത്ത് കറികൾ ഉണ്ടാക്കാം. ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റും വൈറ്റമിൻ B12 ധാരാളമായി അടങ്ങിയിരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഓടിപ്പോയി ഒന്ന് സബും ലൈക്കും കമൻറ്റും ചെയ്യണേ. കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ ഒന്ന് ഓൾ ഓപ്ഷൻ ആക്കണേ. ചെമ്പരത്തി ഇലയിൽ നിന്നും പൂവിൽ നിന്നും നമുക്ക് നമ്മുടെ ശരീരത്തിനും സ്കിന്നിനും ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലായി. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.